പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 5-ാം തീയതി തിങ്കളാഴ്ച, സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ മാസത്തിന്റെ ഒരു പുതിയ വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്നിടങ്ങളിൽ ആരോഗ്യത്തോടും സൗഖ്യത്തോടും അതിലേറെ ദൈവകൃപയോടും കൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 8-ാം വാക്യം. ജെനസിസ് ചാപ്റ്റർ 45 വേഴ്സ് 8 നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നിങ്ങൾ അല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോൻ പിതാവും അവന്റെ ഗ്രഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. നമുക്ക് വളരെ പരിചിതമായ ഒരു ഭാഗമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം ആരംഭിക്കുമ്പോൾ യോസഫ് തന്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. സങ്കടം അടക്കാൻ വയ്യാതെ അവരെ പുറത്താക്കി താൻ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അവരെ അടുക്കം വിളിച്ചിട്ട് അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. പക്ഷേ ആ സഹോദരന്മാര് ഇതെല്ലാം കണ്ടും കേട്ടും പരിഭ്രമിച്ചു നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ മിസ്രൈമിലെ രണ്ടാമനായി യോസഫ് വാഴുകയാണ്. ഇനിയും യോസഫ് എന്ത് കൽപ്പനയാണ് പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് അവരുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നം. അങ്ങനെ ഭാരത്തോടെ പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ അവരോട് പറയുന്ന വാക്കുകളാണ്: ആകയാൽ നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇവിടെ അയച്ചത്. അതെ, ഫറവോന് പിതാവായി അവരുടെ ഗ്രഹത്തിനൊക്കെയും പ്രധാനിയായി അവരുടെ രാജ്യത്തിന് അധിപതിയായി ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ആരോടാണ് പറയുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൊല്ലുവാനുള്ള സകല പദ്ധതികളും ഇട്ടു. എന്നാൽ 20 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞു. അങ്ങനെ സ്വന്തം സഹോദരനെ എല്ലാ നിലകളിലും പീഡിപ്പിച്ച് വേദനിപ്പിച്ച് നശിപ്പിച്ച് കൂട്ടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയ സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങളല്ല എന്നെ അയച്ചത്, എന്നെ വിറ്റുകളഞ്ഞത്, എന്നോട് ഈ പ്രവർത്തിച്ചത് സ്വർഗത്തിലെ ദൈവം മുന്നമേ ചെയ്തതാണ്. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥ ദൈവസ്നേഹം. ശരിക്കും നാം കർത്താവിനെ കണ്ടുമുട്ടി കർത്താവുമായിട്ട് ബന്ധം പുലർത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്: നമ്മളൊക്കെ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും കർത്താവിനെ കണ്ടുമുട്ടലുമാണ്. കാരണം യോസഫിനെ പോലെ ഇങ്ങനെ വിനയാന്വിതനായി തന്നെ വിറ്റുകളഞ്ഞ, തന്നോട് അതിക്രൂരമായി മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിച്ച സഹോദരന്മാരോട് ക്ഷമിച്ചു എന്ന് മാത്രമല്ല, ഇത് ദൈവത്തിന്റെ നിയോഗമാണെന്ന് പറയുവാനുള്ള വലിയ വിശാല മനസ്ഥിതി യോസഫിന് ഉണ്ടായിരുന്നു. ഈ തിങ്കളാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മളാൽ വേദനിക്കപ്പെട്ടവർ, നമ്മുടെ പ്രവൃത്തി കൊണ്ട്,
നമ്മുടെ സംസാരം കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യമായി മറ്റുള്ളവരോട് പറഞ്ഞത് മുഖാന്തരം ഒക്കെ വേദനിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് ഒരു വാക്ക് ക്ഷമ ചോദിക്കുവാൻ, തെറ്റ് സമ്മതിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ആരാധനയ്ക്കും ഒരു കുറവുമില്ല. പക്ഷേ ഇപ്പോഴും പഴയ വള്ളത്തിൽ തന്നെയാണ് നമ്മുടെ യാത്ര. എന്നാൽ മിസ്രൈമിലെ അധിപതിയായിരിക്കുന്ന യോസഫ് തന്റെ അധികാരം കൊണ്ട് സഹോദരന്മാർക്ക് മറുപടി പറയുകയല്ല, പ്രതികാരം ചെയ്യുകയല്ല, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ തണുപ്പിച്ച് ശാന്തതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു യഥാർത്ഥ സഹോദര സ്നേഹം, അതിന്റെ പിന്നിലെ ദൈവ സ്നേഹം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് നോക്കാം. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുവാൻ, കരുതേണ്ടവരെ കരുതുവാൻ, പൊറുക്കേണ്ടത് പൊറുക്കുവാൻ, ചേർത്തു പിടിക്കേണ്ടവരെ ചേർത്തു പിടിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം എന്നിവ കൊണ്ട് എന്ത് പ്രയോജനം, എന്ത് വിശേഷണം? അതുകൊണ്ട് ഈ ദിനം ഞാനും നിങ്ങളും സ്വയം വിലയിരുത്തുക, കുറവുകളെ കണ്ടെത്തുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക, സ്നേഹിക്കുക, പങ്കിടുക, ചേർത്ത് പിടിക്കുക, കൂട്ടത്തിൽ ചേർക്കുക, എന്നിട്ട് സന്തോഷമായി മുൻപോട്ട് പോവുക. അതെ, നാം ഒരാളുടെ കണ്ണീരൊപ്പുമ്പോൾ ആ കുടുംബം എത്രത്തോളം ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. അവർ ഉള്ളു തുറന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമ്മുടെ അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ പടി ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി എങ്ങും ഓടി നടക്കണ്ട. നമ്മൾ ചെയ്യാനുള്ളത് വചനപ്രകാരം കൃത്യമായി ചെയ്യുക. നിശ്ചയമായും അനുഗ്രഹം നമ്മളെ എതിരേൽക്കും. യോസഫിന്റെ ഏറ്റവും ധന്യമായ ഒരു സ്വഭാവ സവിശേഷതയാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നാം കേൾക്കുവാൻ ഇടയായത്. അതുകൊണ്ട് നമ്മെ പീഡിപ്പിച്ചവർ, നമ്മെ വേദനിപ്പിച്ചവർ, നമ്മളെ കുത്തുവാക്ക് പറഞ്ഞവർ, നമ്മളെ പല വിധത്തിൽ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാക്കിയവർ, അവരോട് ക്ഷമിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, ദൈവസ്നേഹത്തിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് ഇടയാവട്ടെ. അങ്ങനെ യേശുവിന്റെ സ്നേഹം നമുക്ക് പങ്കുവെക്കാം. നമുക്കറിയാം, ഏകദേശം നീണ്ട 17 മണിക്കൂറോളം 3 സ്ഥലങ്ങളിലായി 7 വിചാരണയും നടത്തി യേശു തന്നെ ക്രൂശിക്കുവാനുള്ള ക്രൂശും ചുമന്ന് 3 പ്രാവശ്യം വീണ് വേദനയും ചാട്ടവാറടിയും നിന്നയും സകല പ്രതികൂലവും ഏറി ക്രൂശിതനായി കിടക്കുമ്പോൾ ഒന്നാമതായി യേശു മൊഴിഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതെ, യോസഫ് യേശുവിന്റെ നിഴലാണ് എന്ന് ദൈവഭക്തന്മാർ പഠിപ്പിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അതെ, പിതാവിന്റെ ഇഷ്ടപുത്രൻ മാത്രമല്ല, വളരെ അനുഗ്രഹിക്കപ്പെട്ട അങ്കി പ്രാപിച്ചവൻ, അതിലുമുപരിയായി കൂട്ടത്തിൽ നിന്നും തള്ളപ്പെട്ടവൻ, 20 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടവൻ. ഓർത്തു നോക്കാട്ട്, ഈ നിലകളിലൊക്കെ യേശുവിന് നിഴലായി യോസഫ് നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ ഭാവം നാമം സ്വീകരിച്ച് ക്ഷമിക്കുവാൻ, കരുതുവാൻ, പൊറുക്കുവാൻ, സ്നേഹിക്കുവാൻ ഇന്ന് പകൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ,
മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തന്നെ ഭവനത്തിൽ നിന്നും പിതാവിൽ നിന്നും സ്വന്തം ദേശത്തു നിന്നും ആട്ടിപ്പുറത്താക്കുകയും തന്നെ വിറ്റുകളയുകയും ചെയ്ത സഹോദരന്മാരെ തിരിച്ചറിഞ്ഞ് സഹോദരന്മാർ സഹായം ആവശ്യപ്പെട്ട് തന്നെ മുമ്പിൽ വന്നപ്പോൾ അവരോട് ക്ഷമിച്ച് അവരുടെ ഉള്ളിൽ കുറ്റബോധം വരാതിരിക്കത്തക്കവണ്ണം നിങ്ങളല്ല ദൈവമാണെന്നെ അയച്ചത് എന്ന് അവരെ ബോധ്യപ്പെടുത്തിയ യോസേഫിന്റെ ഉദാത്തമായ അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവ ശ്രേഷ്ഠത ഇന്ന് ഞങ്ങൾ കേട്ടുവല്ലോ. അപ്പൊ ആ സ്വഭാവം ഞങ്ങളിലും ആയിത്തീരുവാൻ ഇതാ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, മാപ്പ് കൊടുക്കുവാൻ, മാപ്പ് അപേക്ഷിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ദിനം അനുഗ്രഹമായി തീരണം. ദൈവകൃപകൾ കൊണ്ട് ഞങ്ങളെ പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ യോസഫ് വളരെ ധന്യമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് സഹോദരന്മാരെ പീഡിപ്പിക്കുവാൻ ഏറ്റവും നല്ല അവസരം കൈകളിൽ വന്നപ്പോൾ താൻ അതല്ല ചെയ്തത്. അവരെ ചേർത്ത് പിടിച്ച് അവരെ കരുതി അവർക്ക് വേണ്ടത് നൽകി. ഈ ഒരു നല്ല മാതൃക നമുക്കും പിന്തുടരാം. അങ്ങനെ നമ്മുടെ ജോലി സ്ഥാനത്ത്, കുടുംബജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ, സമൂഹത്തിൽ, സഭയിൽ സാക്ഷ്യവും മാതൃകയുമുള്ള ജീവിതം നയിച്ച് കർത്താവിന്റെ ഉത്തമ സാക്ഷികളായി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ നമ്മെ ഏവരെയും ഒരുക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.